പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അർണാസ് ഓടിച്ചാടി വരാനുള്ള പരിപാടിയായിരുന്നു. അവൻ്റെ പ്ലാൻ ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു ഗായ്സ്. അമ്മ വണ്ടർ വെച്ചിരിക്കുന്നത് അമ്മയാണ് ഗായ്സ്. അമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായില്ല എന്തുണ്ടായിരുന്നു. കരോള് വന്ന് മിഠായി കിട്ടി ഗായ്സ്. നമ്മുടെ അർണോസിന് മാൻറോസിന് മിഠായി കിട്ടി ഗായ്സ്. അർണോസ് വെള്ളം കുടിക്കുന്നു ഗായ്സ്. അർണോസിന്റെ മിഠായി കാക്ക കൊത്തി കൊണ്ടുപോയി ഗായ്സ്. ആ വിഷമത്തിൽ അർണോസ് വെള്ളം കുടിക്കണം ഗായ്സ്. ഇതാ നോക്കൂ, അർണോസ് അടിക്കാൻ വരുന്നു ഗായ്സ്. അർണോസ് വെള്ളം കുടിക്കാണ് പോവാൻ ഗായ്സ്. അർണോസിന്റെ മിഠായി അതാ മുകളിൽ വരുന്നു. വാവ്, മേശപ്പുറത്തേക്ക് അർണോസിന്റെ മിഠായി വന്നു. അത്ഭുതം തന്നെ. എവിടുന്ന് ആരും കാണില്ല. അമ്മ മാജിക് കാണിക്കാൻ നോക്കിയതാണ് ഗായ്സ്. ചാമ്മിപ്പോയി. അർണോസ് മിഠായി എറിഞ്ഞ് പിടിക്കാണ് ഗായ്സ്. ഇനി അത് തിന്നുമ്പോൾ പൊടിഞ്ഞു കിട്ടും. ഇന്നലെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അതിന്റെ വീഡിയോ ഇട്ടാ. ഓ ഗായ്സ്, നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ശരി, നിർത്താൻ പറ്റില്ല ഗായ്സ്. നമ്മുടെ അർണോസ് വെള്ളം കുടിക്കുന്നു. നമ്മുടെ അർണോസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് നാളെയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ കരോൾക്കാര മത്സരം അല്ല, കരോൾ നമ്മുടെ പിള്ളേരെ വന്നിട്ട് പാട്ട് പാടിച്ച് പോയിട്ട് ഗായ്സ്. അതാ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഈ കേക്ക് നമ്മുടെ അലിൻറോസ് ഉണ്ടാക്കിയതാണ് ഗായ്സ്. കട്ട് ചെയ്തതാണോ? കൈയോട് കാണിക്കുന്നത്. കണ്ണമ്മ എന്താ കാണിക്കുന്നില്ല? ആ പറയൂ അർണോസ്. ഡിഫറന്റ്. അത് ഇത് എന്തുണ്ട്, അത് എന്തുണ്ടല്ല അമ്മ ഉണ്ടാക്കിയതാണ്. വെന്തിട്ട് ഗായ്സ് ചോദിച്ചപ്പോ പറയാ ഉള്ളില് കുറച്ച് ഡ്രൈനെസ് കുറവുണ്ട്. ഇത്ര അത് വേവ് കുറവാണെന്ന് അറിയില്ല ഗായ്സ്. ആ പറയൂ. ഒലിപ്പിച്ച് ചോദിച്ചാ മറ്റേലോ ഒലിപ്പിച്ചിട്ട് ഒലിപ്പിക്കണം. പേഴ്സണലായിട്ട് ഒലിപ്പിക്കണോ? ഒറ്റയ്ക്ക് ഒലിപ്പിച്ച് കാണിച്ചു തരുന്ന ഗായ്സ്. ഇതിപ്പോ ചെറിയ മിഠായി. ഗായ്സ് നോക്കൂ ഗായ്സ്, വലിയ മിഠായി അർണോസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗായ്സ്. ഇതെന്ത് പ്രതിഭാസം! അർണോസ് ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു ഗായ്സ്. ഇപ്പൊ നോക്കുമ്പോ വലിയ മിഠായി. വാവ്, വലിയ കയ്യും വലിയ മിഠായും. ഇപ്പൊ കുഞ്ഞു മിഠായും കുഞ്ഞു കയ്യും. വാവ്, അർണോസ് കണ്ടുപിടിച്ചിട്ടാ. അർണോസിന്റെ കണ്ടുപിടുത്തം നടത്തി അടുത്ത കേക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്. ബേക്കിംഗ് കഴിഞ്ഞു ഗായ്സ്. ഇനി ഈ ക്രീം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിൽ പഴക്കം ഗായ്സ്. അതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രീം കേക്ക്, ക്രീം കേക്ക് ആരും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളവിടെ ഏറ്റവും ചെറിയ കേക്കാണ് ഉണ്ടാക്കണം ഗായ്സ്. ആ വലിയ കേക്ക് ഉണ്ടാക്കിയത് M4 നമ്മൾ ഉണ്ടാക്കിയത് കുഞ്ഞു കേക്കാണ് ഗായ്സ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗായ്സ്. അതിന്റെ ഇടയ്ക്ക് ഓരോ ഉരുളെടുത്തിട്ട് ആൻഡ്രോസിന്റെ ഗായ്സ്. അവൾക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അതെടുത്ത് അമ്മ തിന്നുണ്ട് ഗായ്സ്. ആൻഡ്രോസിന്റെ പാത്രത്തിൽ നിന്നാണ് മാത്രം. എന്ത് പറയൂ മുറിഞ്ഞ. ഓ ഗായ്സ്, അർണോസിന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കഴിയുമ്പോൾ നോക്കട്ടെ ഗായ്സ്. എവിടെ നോപ്പിച്ചു ഗായ്സ്. ആ പിന്നെ ഞങ്ങളുടെ ഒരു കിഡില്ല പുൽക്കൂടുണ്ട് ഗായ്സ്. നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. കാലത്ത് വേറെ ഭംഗി, ഉച്ചരിഞ്ഞ് വേറെ ഭംഗി, രാത്രിയിലെ ലൈറ്റ് ഇട്ടപ്പോ ഒടുക്കത്തെ ഭംഗിയാണ് ഗായ്സ്. നിങ്ങൾ കണ്ട് ആസ്വദിച്ച് പറയൂ ഗായ്സ്. അയ്യോ ഗായ്സ്, അത് പൊടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കാട്ടു. പൊടിച്ചരാം എനിക്ക്. ലവ് ആണ് ഗായ്സ്, ലവ്. മിഠായി ലവ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കരോൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഊർജിതമായി കഴിഞ്ഞ പ്രാവശ്യം പച്ചമാരുടെ മിഠായിരുന്നു. അമ്പോ അർണോസിന് അതുവരെ ഓർമ്മയുണ്ട് ഇഷ്ട. അപ്പൊ ഈ പ്രാവശ്യം കൂടുതൽ മനോഹരമായിട്ട് അവർ കരോൾക്കാരൻ കരോൾ മത്സരം കരോൾ നടത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി എന്താണ് മനസ്സിലായി. ഇതിന് കിട്ടുന്ന വരുമാനമുണ്ട്. ഇപ്പൊ തന്നെ ഒരു പടായിണ്ട്, കിട്ടില്ല പൈസ ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് അവർ നടത്തുന്നുണ്ട് ഗായ്സ്. എല്ലാ ഭാവങ്ങളും അവർക്ക് നേരുന്നു ഗായ്സ്. അവരുടെ കരോൾക്കാരൻ കരോൾ ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നതാണ് ഗായ്സ്. ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഗായ്സ്.
ആ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇടുന്നതാണ്. ആർണോസ് കരോൾക്കാരൻ ഏത് അത് കാണിക്കുക. ആർണോസിന്റെ ഡാൻസ് കഴിഞ്ഞിട്ടില്ല. നോക്കൂ ഗായ്സ്, ആർണോസിന്റെ ക്രിസ്മസ് ഡാൻസ്. വാവ് 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 വാവ്. ഇതുപോലൊരു ഡാൻസ് ഇതിനു മുമ്പ് ആർണോസ് കളിച്ചിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. എന്നിട്ട് ആർണോസ് പുൽക്കൂട് കാണിക്കാൻ പോയിട്ടുണ്ട് ഗായ്സ്. ആംബോസ് കൈ കഴുകിയിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഗായ്സ്. പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഗായ്സ്. അത് ആർണോസിനെ വലിച്ചു കൊണ്ടുപോകുന്നു ഗായ്സ്. ഓ മൈ ഗോഡ്, ഇവിടെ ലൈറ്റ് ഇടാത്ത കാരണം ഇരുട്ടായിരിക്കുന്നു ഗായ്സ്. തുറക്കൂ, വാതിൽ തുറക്കൂ. ഹലോ ഗായ്സ്, ഞങ്ങളതാ പുൽക്കൂടിലേക്ക് പോകുന്നത്. നോക്കൂ ഗായ്സ്, വാവ്, മനോഹരമായി പുൽക്കൂട്. ഞങ്ങളുടെ പുൽക്കൂട് നോക്കൂ ഗായ്സ്. മറ്റു ലൈറ്റ് ഇട്ടാടാ, കറങ്ങുന്ന ലൈറ്റ് ഉണ്ട് ഗായ്സ്, കറങ്ങുന്ന ലൈറ്റ്. നോക്കൂ ഗായ്സ്, ഞങ്ങളുടെ പുൽക്കൂട് നോക്കൂ, വെളിച്ചത്തിലുള്ള പുൽക്കൂട് നോക്കൂ. ഇത് പകല് കാണാണെങ്കിൽ ഇതിനെക്കാട്ടും ഭംഗിയുണ്ട്. കണ്ടോ, കോടമഞ്ഞ് ഇറങ്ങി വന്ന് ആ മഞ്ഞത്ത് ചെറിയ വീടുകളും ആ പുല്ലുകളും കണ്ടില്ല ഗായ്സ്. നമ്മളേതോ ഫോറിൻ കൺട്രിയിലെത്തിയുള്ള ഫീല് കിട്ടുന്നില്ല ഗായ്സ്. അലിൻ റോസിന്റെ കര വരുതാണ് ഗായ്സ്. കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഗായ്സ്. ആർണോസിന്റെ ഉണ്ട്, സോറി ഗായ്സ്, ആർണോസിനെ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ആർണോസിന്റെ കൈയുണ്ട്. ഓ, ഈ പൊടി ചെത്തിയെടുക്കുന്ന സമയത്താണ് ഗായ്സ് ആർണോസിന്റെ കൈ ഒരു പൊടിക്ക് മുറിഞ്ഞത് ഗായ്സ്. ഇനി നമുക്ക് ഇരുട്ടത്തിലുള്ള വ്യൂ നോക്കാം ഗായ്സ്. വേറെ ലെവൽ ഗൈസ്. മാർക്കടാ പുൽക്കൂടുന്ന് കാണിക്കും. മാർക്ക് പഞ്ഞോ നോക്കൂ ഗായ്സ്, ഇരുട്ടത്തിലുള്ള ലൈറ്റിലുള്ള മാർക്ക് മാലബൾബ് മിന്നുമ്പോൾ പുൽക്കൂട് ഗായ്സ്. ഇതിന് വേറെ ആംബിയൻസ് അല്ല ഗായ്സ്. ഇതുപോലൊന്നും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഗായ്സ്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗായ്സ്. പിന്നെ കറങ്ങുന്ന ലൈറ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, അടിയിലുണ്ട്. ഡിജയുടെ മൂടാണ് ഗായ്സ്. ഒരു പാട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാവും. ഇനി ഇവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനാണ് ആർണോസിന് ആഗ്രഹം. പാട്ടില്ലാണ്ട് തന്നെ ജാതി ഡാൻസാണ്. പിന്നെ പാട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ എന്താവും? എന്താ ടൈം ചവിട്ടിയാ? കാല് ചവിട്ടി. ആ, കാല് കൊണ്ടുപോകും. നോക്ക് ഗായ്സ്, ട്രീ ഇത് ഞങ്ങൾ പണ്ട് മേടിച്ചതാണ് ഗായ്സ്. ഇപ്പോഴാണ് ട്രീ തന്നെ ഗായ്സ്, ഒരു മാറ്റവുമില്ല. ട്രീ വലുതായിട്ടുമില്ല, ചെറുതായിട്ടുമില്ല. വീട്ടിലെ ആൾക്കാരെ മറന്നു വരുന്നില്ല. ആ, അതാ ഒരു ചേട്ടൻ പുറത്ത് പാട്ട് പാടുന്നു ഗായ്സ്. നമുക്കുള്ളിലേക്ക് പോകാം. അലിൻ റോസിന്റെ ചിരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈരട്ടത്തും നല്ല ചിരി കേൾക്കുന്നില്ലേ? നോക്കൂ ഗായ്സ്, കുരങ്ങ് പോലെ പോകുന്നു. നമ്മൾ കുരങ്ങിൽ നിന്നാണ് വന്നതെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഗായ്സ്. അടച്ചിട്ട് വാ. അപ്പൊ പേടിയാണ് ഗായ്സ്. ഇരുട്ടത്ത് പോയിട്ട് അടയ്ക്കാൻ പേടിയാ. എന്നിട്ട് ഉണ്ണിന് തള്ളി വിട്. ഇവിടെ വെളിച്ചത്തേക്കാട് ഇരുട്ടിന് പേടിയുള്ള ആൾക്കാരാണ് കൂടുതൽ ഗായ്സ്. നോക്കൂ ഗായ്സ്, അമ്മയ്ക്ക് പേടി, കുട്ടിക്ക് പേടി, കുട്ടികൾക്ക് പേടി, എല്ലാവർക്കും പേടിയാണ് ഗായ്സ്. ഇരുട്ടത്ത് ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ ഒരു മുറിയിലേക്ക് പോകില്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇപ്പൊ ചേട്ടൻ നിൽക്കുന്ന കാരണം ധൈര്യമായിട്ട് നിൽക്കുന്നു. വേണ്ട വേണ്ട, കണ്ണ് കാണാനില്ല. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും പറയണ്ട. അപ്പൊ ഞങ്ങൾ ഇന്ന് പുലർച്ചെ 11:30 അയ്യോ, ഇത് പറഞ്ഞു കഴിഞ്ഞ പ്രശ്നമോ? നാളെ പറയാം, നാളെ വിട്ടാൽ മതി ഈ വീഡിയോ. പക്ഷെ നമ്മൾ അമ്മമ്മനെ കൊണ്ടുപോകണില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. നാളെ ഞങ്ങൾ ഉഷാറ് വീഡിയോ ആയിട്ട് വരും ഗായ്സ്. അതുവരേക്കും ബൈ. Happy Christmas.